എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. ദുർബല കുട്ടനാടാ, പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, കോട്സിന് എന്റെ സ്വന്തം ആളല്ലേ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്സിനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയരുത്. ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്ക് ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിടിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെയല്ലേ? ഗുഡ് ബോയ്. അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേക്ക്. മാസ്ക് ഓക്കെ? സതീശ, തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ, കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് പൊട്ടുകെട്ട്. അത് തന്നെ. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 രൂപ ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കന് ഒരിത്തിരി സീനായിട്ടിരിക്കുന്നത്. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും വേണ്ടി കൊടുന്നാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഈ ആനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തെ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. പാട്. ഹേയ്, കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മെതി. അതിൽ നമ്മുടെ പാട്ട് നോക്കുന്നില്ല. കുറച്ച് സാധനം വന്ന വഴി കണ്ട വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവോ പണ്ടാറോ? അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ? എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ, വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവരെയും പിടിച്ച് ഷിബു അകത്തിടും സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതിസേവിതം കവിത.
ഇത് ഞെക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ഈ കുറ്റിയോ? കുറ്റി. All the best. എന്നാ ശരി. ഫോൺ താങ്ക് യു സാർ. അയ്യോ ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണത് ഇങ്ങോട്ട് പറഞ്ഞത്? ഏയ് ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. സ്മോള് വിട്ടത്തോണ്ട് നത്തിന്റെ കൈ കുറയ്ക്കാൻ നോക്കിയ എന്റെ മാത്രല്ല കൂട്ടിന്റെ അരിഷ്ടത്തിൽ സോഡ വെച്ചടിച്ച ചെറിയ ഇന്നലെ അടിച്ചതാ. ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ ഡ്രോണ്? ആ അതെ, ഞാനും സൈക്കിൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്ന്. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടിയ അവര് ഉരുട്ടി കൊല്ലും. നീ ആ ക്നാപ്പെടുത്തോണ്ട് അവിടെ പോയേ. ഇനി മേലെ ഇവിടെ വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ എന്നാലും എൻ്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറൊന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് വാ. ഓനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിന് ഒരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. അവന് മനസ്സിലായി. സാറിന് അറിയോ,
ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ? മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വണ്ടി കയറും. പീറ്ററെ സർ, വണ്ടി എടുക്ക. പത്തനാപുരത്തേക്കാണ് സാർ. അല്ല, കോണത്തൂന്നുണ്ട്. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങയുടെ തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ അവിടേക്കേ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ അങ്ങോട്ട് വിടറാ. പറപ്പിച്ചു വിടും സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ? പറപ്പിച്ചു വിട് പീറ്ററെ. വിട്ടു സാർ. നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം വേണ്ടു. എന്താടിയ ചെറുക്കൻ്റെ കുഴപ്പം? നല്ല വെളുവിളാന്നല്ലേ ഇരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. മോൻ ദുബായിലെവിടെയാ? ദുബായിലെ അച്ഛ, ഞാൻ കരാമയിലാണ് അച്ഛ. എന്നാ മോയെ കിട്ടിക്കോ. നിന്ന് ചിലക്കാണ്ട് കൊണ്ടു കൊടുക്കടി. കരാമേല് കരാമയില് കരാമ കരാമ കടലാമ. ചായ കുടിക്ക്. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ? അതിനെന്ത് മോനെ, ആയിക്കോട്ടെ, ചെല്ല്. ഓക്കെ, ചെല്ലിട്ടു. ഹായ് അമ്മേ. ഹായ്, ഹലോ. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ, അല്ലേ? ചേട്ടാ, ഇത് പൊട്ടു. തപാശക്കരുത്, ഒറ്റ അടി വെച്ച് തന്നിട്ടല്ലോ. എനിക്കിഷ്ടായി. ഞാനെല്ലാവരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ. എന്നെ തേക്കാനോടാ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇന്നൊരു കൂട്ടരെന്നെ കാണാമെന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം. നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എടി, ചേച്ചി പോയ പിന്നെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേൾക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങിലുണ്ടാവും. നീ അവിടെ എത്തിയിരിക്കണം. ഇത്തിരിയും കൂടി തുണി മാറ്റിയേ കാണാറുള്ളൂ മൊബൈൽ. മാസ്ക് യാത്ര. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീ അല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മാറിക്കടാ, മാറാ. എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കമ്മേ. മോൻ സമാധാനപ്പെടും, അമ്മ ശരിയാക്കാം. അമ്മയുടെ മുത്തല്ലേ ഡ്രോൺ കിട്ടിയില്ലെങ്കിൽ കാശെങ്കിലും തരാൻ അമ്മ വരൂ. പറയാം. അമ്മ പോയിട്ട് പോയിട്ട് വാ. ഇരിക്കൂ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്? സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ, പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ.
നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട കാര്യമുള്ളൂ. പീറ്ററെ വണ്ടി എടുക്കുക. അവന്റെ അമ്മയുടെ ഒരു കോറ്റാടി ഒരുമാതിരി കുളിച്ച തൈരായി പോയി. പിന്നെ വീട്ടിലാകെ സീനാണ്. 10-25 വരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛൻ്റെ പ്ലാൻ. പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? എടി ഒരു നിക്കക്കള്ളില്ലാണ്ടാണ് ഞാനീ നിൽക്കണേ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നീ പറയണേ? നിനക്കത് വേണ്ടെന്നാണോ പറയണേ? എടി അങ്ങനെയല്ല, നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. വേറൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. പോരെ ചെല്ലേ. ഇതുപോലെ നടക്കോ? നിങ്ങളെന്ത് കോണാത്തിലൊക്കെ ഉണ്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ട്. എന്റെ ക്ലാഡു ആ കുംഭകുമാരൻ നിന്നിട്ട് വന്നോട്ടേന്ന്. കുംഭകുമാരൻ വരണ്ടേ? വഴിയിലും കാര്യം കാണാനില്ല. ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല. എന്തായി കുമാര? ഗോസ ശർക്കര കലക്ക് 7 ദിവസം വയ്ക്കണം. 8-ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ ഇത് മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി കരിച്ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവില്ലെന്ന്. ഗ്ലാഡു നല്ല മോനല്ലേ, കുറച്ച് നേരം മൊബൈലിരുന്ന് കുത്തിയെ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം